ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ ചർച്ചയിൽ പോകാൻ ചെറിയൊരു മടി. ഇന്ന് ചർച്ചയിൽ പോകുന്നില്ല എന്ന് പറയുന്ന താമസം അടുക്കളയിൽ നിന്നും റൂമിലേക്കുള്ള പോരാളിയുടെ വരവ് അതിഭീകരമായിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് പർച്ചേസിങ് നടത്താമെന്ന് ഓർത്ത് സ്റ്റുഡിയോയിൽ പോയി. അവിടെ ചെന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി എനിക്കൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ ഡ്രസ്സൊന്നും അത്ര ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല. പിന്നെ ഞാൻ നേരെ ലിപ്സ്റ്റിക്കിലോട്ട് പോയി. ലിപ്സ്റ്റിക്കാണല്ലോ മെയിൻ. അവിടെ ചെന്നിട്ട് ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് അതിട്ട് നോക്കി, പക്ഷേ അതും എനിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് പെയർ ചെയ്യാൻ പറ്റിയ ടോപ്പൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അതും അവിടെ നിർത്തി ഞങ്ങൾ നേരെ കല്യാൺ സിൽക്സിലോട്ട് പോയി. അവിടെ ചെന്ന് എൻ്റെ ബ്രദറിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ ഒരു കഫേയിൽ വന്നൊരു ബർഗറും ഷേക്കൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത്. ഇടയ്ക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ തോണ്ടിയില്ല എന്തോ പോലെ. സോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ഒരു കണ്ണാടിയും പിന്നെ ഒരു പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പൗച്ചിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേറെ പൗച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഇച്ചിരി വലുത് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഈ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് ടെസ്റ്റ് ആയിരുന്നു ഗൈസ്. പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് ബില്ലടിക്കുന്ന സമയത്താണ് പോരാളെ വിളിച്ചിട്ട് പറഞ്ഞത് മീനും കൂടെ മേടിച്ചിട്ട് പറഞ്ഞു. ഈ മീനിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്തി മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ മത്തി അഴുക്കാന്നും പറഞ്ഞ് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ പോരാളിയുടെ വായിക്കുന്ന കേൾക്കണം? അതുകൊണ്ട് മീൻ ഏത് വേണമെന്ന് വിളിച്ച് ചോദിച്ചാണ് മേടിച്ചത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രേ ഉള്ളൂ. ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ 6:30 ആയി. അപ്പോൾ ബൈ.